ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പുഡിംഗ് ആണ് കേട്ടോ. അത് ജലാറ്റിനും ചൈന ഗ്രാസും അതൊന്നും വേണ്ട, നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യപൂർവ്വം കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്. അപ്പോൾ പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ഇത് ഞാനിതാ ഉണ്ടാക്കി പ്ലേറ്റിൽ ഫോട്ടോ എടുക്കാൻ വെച്ചതാട്ടോ. അപ്പോഴേക്കും എൻ്റെ മകൾ പകുതി അത് കഴിച്ചു. അപ്പോൾ എനിക്ക് ഫോട്ടോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഞാനിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു ബൗൾ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 3 മുട്ടയാണ്. ഞാനിവിടെ 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാലാണ്. പാല് ഫ്രിഡ്ജിൽ തണുപ്പുള്ള പാല് പാടില്ല. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ മാറിയിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ കുറച്ച് നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതാണ്. അപ്പോൾ അത് 250 ml പാലാണ് നമുക്ക് വേണ്ടത്, 1 കപ്പ് പാല്. പിന്നെ ഞാൻ എടുക്കുന്നത് ഏലക്കാപ്പൊടിയും പിന്നെ ഒരു 6 സ്പൂണ് പഞ്ചസാരയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കളറിന് വേണ്ടിയിട്ട്. ആ 3 മുട്ട നമുക്ക് ബൗളിലേക്ക് പൊട്ടിച്ചിടാം. ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു അളവിലാണ് ഞാൻ പാലെടുത്തിട്ടുള്ളത്, ഒരു ഗ്ലാസ്സിൽ. അത് അല്പമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മുട്ടയും പാലും നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് പഞ്ചസാരയാണ്. 6 സ്പൂൺ പഞ്ചസാര ഞാനിതിലിട്ടിട്ടുണ്ട്. അതൊരു കണക്കായ മധുരമാണ്, ഓവർ മധുരവും അല്ല, എന്നാൽ തീരെ മധുരം ഇല്ലായ്കയും ഇല്ല. നിങ്ങൾക്ക് എത്രയാണോ ഇടാൻ തോന്നുന്നത് അത്രയും ഇടാം. 6-ൽ കൂടുതൽ ഇടാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇടാം. ഞാൻ 6 സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഏലക്കാപ്പൊടിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിനും മണത്തിനും വേണ്ടിയിട്ട് ഞാൻ ഇട്ടത് ഏലക്കാപ്പൊടിയാണ്. വാനില എസൻസൊക്കെ ഇടാം, ഞാൻ നല്ല ഏലക്കാപ്പൊടിയാണ് ഇട്ടത്. അത് ഏലക്കായ മുഴുവനും ഇട്ട് മിക്സിയിൽ പൊടിച്ചതുകൊണ്ടാണ്, കുരു മാത്രം എടുത്തിട്ടില്ല. അത് തൊണ്ടോടെ ഞാൻ പൊടിച്ചതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കാണുന്നത്. അത് ഞാനൊരു അല്പം ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ട് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. അല്ലെങ്കിൽ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഈ ഏലക്കായുടെ ഒക്കെ പൊടിയൊക്കെ ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അരിക്കുന്നത്. അരിച്ചെടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്ന കൂട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ അപ്പപാത്രത്തിലാണ് കേട്ടോ പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്.
ഇതിലേക്ക് നമുക്കൊരല്പം വെള്ളം ഒഴിക്കാം, ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. എന്നിട്ട് അടുപ്പത്ത് വെക്കാം. നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് പുഡിംഗ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇത് ഞാനിപ്പോൾ ഇഡ്ഡലിത്തട്ട് കമത്തി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് വെള്ളം ചൂടായതിന് ശേഷം പുഡിങ്ങിൻ്റെ മിക്സ് നമുക്കിതിൽ വെക്കാം. ഞാനിതാ ഈ പാത്രത്തിലാണ് കേട്ടോ പുഡിങ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് 1 സ്പൂൺ ഗീ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാത്രം മുഴുവനും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗീയുടെ നല്ല ടേസ്റ്റും ഉണ്ടാവും പുഡിങ്ങിന്. അപ്പച്ചെമ്പിലെ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ പാത്രം ഇതിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെക്കാം. അരമണിക്കൂറാണ് കേട്ടോ അതിൻ്റെ ടൈം. ഞാനൊരു പകുതി സമയം ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലുമാണ് ഇട്ടത്. കറക്റ്റ് അരമണിക്കൂറായപ്പോൾ എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നോക്കി, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി പുഡിങ്ങായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാനില്ലേ തണിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തണിഞ്ഞു കഴിഞ്ഞാൽ, ചൂടൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയതിൻ്റെ അവസ്ഥയാണ് ഫസ്റ്റ് പറഞ്ഞത്. ശരിക്കും എനിക്ക് കിട്ടിയില്ല. പകുതി എൻ്റെ മോൾ ആ സമയം കൊണ്ട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചതുകൊണ്ട് ഞാൻ മുറിച്ചു കൊടുത്തതാണ്. അതുകൊണ്ടാണ് കേട്ടോ പകുതി കാണിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നല്ല കറക്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.